ശ്രീ അസ്കർ, ഈ വാസുവിന്റെ മൊഴി പ്രകാരം ഈ 19 ദേവസ്വം ബോർഡ് പ്രസിഡന്റും അംഗങ്ങൾക്കുമെതിരായ നടപടിയിലേക്ക് പോകാതിരിക്കാൻ കഴിയില്ല. റിമാൻഡ് റിപ്പോർട്ടിൽ വാസുവിന്റെ പങ്ക് വളരെ കൃത്യമായി കണ്ടെത്തിയ കാര്യം SIT പറയുന്നുണ്ട്. വാസു പൊളിറ്റിക്കൽ നോമിനിയാണ്. പൊളിറ്റിക്കൽ നോമിനി എന്ന് പറഞ്ഞാൽ അത് വ്യക്തിയല്ല, പൊളിറ്റിക്സ് തന്നെയാണ്, അത് പാർട്ടി തന്നെയാണ്. CPM ഈ വിഷയത്തിൽ ഇനി ഈ പറയുന്ന അരവർത്താനം എന്നൊക്കെ പറഞ്ഞ് പിടിച്ചു നിൽക്കാൻ പറ്റുമോ ശ്രീ ഹസ്കർ? ഹാഷ്മി, ഞാനിതിൽ ഏറ്റവും പരമപ്രധാന വ്യത്യസ്തമായൊരു നിലപാട് പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഒരുപക്ഷേ PK ഗോപൻ എടുത്ത നിലപാട് ഇക്കാര്യത്തിൽ എനിക്ക് എടുക്കാൻ കഴിയില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു വ്യക്തിപരമായ തോന്നലും വിചാരവും. ആംഗലേയ ഭാഷയിൽ 2 വാക്കുകളുണ്ട്, സർമൈസസ് ആൻഡ് കൺജങ്ക്റ്റീവ്സ്. അത് ഊഹാപോഹങ്ങളും കെട്ടുകഥകളുമെന്ന് പരിഭാഷപ്പെടുത്താം. ആ 2 ഊഹാപോഹങ്ങളും കെട്ടുകഥകളും മാധ്യമ വിചാരണയുടെ സമ്മർദ്ദത്തിലുമാണ് SIT ഇപ്പോൾ വാസു സാറിനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു എന്ന് വിശ്വസിക്കുകയും അങ്ങനെ ഉറച്ച ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാനിത് പറയുന്നത്. എന്തുകൊണ്ടെന്നാൽ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ചിൻ്റെ ചില പരാമർശങ്ങൾ ഇക്കാര്യത്തിലുണ്ട് എന്നുള്ളത് കൊണ്ടും ഡിവിഷൻ ബെഞ്ചിൻ്റെ സർവൈലൻസിലാണ് ഈ അന്വേഷണം നടക്കുന്നത് എന്നുള്ളത് കൊണ്ടും ഒരുപക്ഷെ മാധ്യമങ്ങൾ ഇങ്ങനെ അതിക്രൂരമായി ആക്രമിക്കുകയും ചെയ്യുന്ന ഘട്ടത്തിലാണ് സാറിനെ അറസ്റ്റ് ചെയ്യുന്നതിന്റെ സാഹചര്യത്തിലേക്ക് ഹൈക്കോടതിയുടെ 9 ഞാൻ അങ്ങ് അയച്ചു തരാം, 1, 2, 3 ഞാൻ അങ്ങ് അയച്ചു തരാം, 9 ഉത്തരവ് അയച്ചു തരാം. കോടതി പറയുന്ന കാര്യങ്ങൾ അതിമാരകവും അതിഭീകരവുമാണ്. കോടതിയുടെ ബോധ്യം പറയുന്നതാണ്, അത് പരാമർശമൊന്നുമല്ല. നിങ്ങൾ എന്നോടൊപ്പം യോജിക്കണം. അത് ഇന്റർവ്യൂ മോഡൽസ് ആണ്. ഞാനൊരു തർക്കവും അക്കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസം പറയുന്നില്ലല്ലോ. 16/2/2000 നിങ്ങൾ മാധ്യമ വിചാരണ നടത്തുകയാണെന്നേ. ഒരു മനുഷ്യൻ ഒരു 75 വയസ്സുള്ള മനുഷ്യന്റെ ഇത്രയും കാലത്തെ ജീവിതം അദ്ദേഹത്തിന്റെ ഇന്റഗ്രിറ്റിയാണ് നിങ്ങൾ ചോദ്യം ചെയ്യുന്നത്. എന്തുകൊണ്ട് ആ ഇന്റഗ്രിറ്റി ചോദ്യം ചെയ്തതിനെ കുറിച്ച് കൂടി ഞാൻ പറയാം. ഇപ്പോ നേരത്തെ റിജിലും അതുപോലെ ശ്യാമവും ഒക്കെ തന്നെ പറഞ്ഞു വെക്കുന്നത് എന്താ, ഉണ്ണികൃഷ്ണൻ പോറ്റിയെ നിങ്ങൾ പോറ്റിയെന്ന് വിളിക്കും, വാസുവിനെ കള്ളനെന്ന് വിളിക്കുക. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.